ചുരുങ്ങിയ വാക്കുകളിൽ സഭയുടേതായിരിക്കുന്ന അനുശോചനം അറിയിക്കാനാണ്. നമുക്കറിയാം, ഇന്നലെ ഉച്ചയോടുകൂടെ നമ്മെ വിട്ട്, ഈ ലോകത്തെ വിട്ട്, മക്കളെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട് സ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടതായ പ്രിയ പിതാവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു യാത്രയപ്പ് യോഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ചുമതല ഏറ്റെടുത്തതായ സമയശേഷം ആദ്യം തന്നെ ആ ഭവനത്തിൽ പോവുകയും കണ്ട് പഴയ കാലങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അതിനുശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രിയ പിതാവ് പ്രവേശിക്കുകയായി. യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമുണ്ടായിരുന്നതായ നാളിൽ എനിക്ക് തോന്നുന്നത് ജനകീയമായിരിക്കും. സഭയുടെ കൈക്കാരനായി, കമ്മിറ്റി അംഗമായി ഒക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിച്ച ഒരു ദൈവദാസനായിരുന്നു. ആർക്കു വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, ദൈവ വേലയിൽ ഉറച്ചു നിൽക്കാൻ ലഭിച്ചതായ അവസരം തൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്താൻ ഉപയോഗിച്ചതായ ഒരു ഉപകരണം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രിയ പിതാവ് ആ കാലഘട്ടം പ്രയത്നിച്ചു. അതുകൊണ്ട് ദൈവാലയത്തെ സംബന്ധിച്ചുള്ളതായ ആ എരിവ്, നടക്കാൻ കഴിയാതെ വന്നപ്പോഴും വേണ്ടതുപോലെ ദൈവ ആരാധനയ്ക്ക് വരാൻ കഴിയാതിരുന്നതായ സന്ദർഭത്തിലും ഒക്കെ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ പെട്ടെന്നായിരുന്നു, രോഗിയായിരുന്നതായ കിടപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാം പ്രാവശ്യം ഞങ്ങൾ ഭവന സന്ദർശനങ്ങൾ ചെയ്യുമ്പോഴും കണ്ട് സംസാരിച്ചു, എഴുന്നേറ്റിരുന്നു. അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴേ ആളെ അറിയത്തുണ്ടായിരുന്നു. എങ്കിലും യാതൊരു ശാരീരികമായിരുന്ന അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല. കൈ കാലുകൾക്കൊക്കെ ഉള്ളതായ പ്രായ സംബന്ധമായ ഒരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സമയമായപ്പോൾ കർത്താവ് വിളിച്ചു എന്നുള്ളത് മാത്രം. എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ദൈവം ആയുസ് തരുന്നതായ സന്ദർഭത്തിൽ ഞാൻ എന്തിന് ഈ ലോകത്തിലേക്ക് വന്നുവോ അത് ദൈവത്തോട് ആരും ചോദിച്ചുകൊണ്ട് നല്ലത് ചെയ്യാനുള്ളതായ അവസരം 1 മണിക്കൂറെങ്കിലും ലഭിച്ചാൽ അത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രാധാന്യമായിരിക്കുന്ന ഒരു കാര്യം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പ്രിയ പിതാവ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെപ്പോഴും സമയങ്ങൾ പാഴാക്കി കളയുമ്പോൾ പിതാക്കന്മാരെ കുറിച്ച് ഓർക്കുന്നത്, ഒരു തലമുറ കടന്നു പോകും. അത് ഏറ്റവും എന്താ പറയുക, വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. തലമുറകൾ ഓരോന്നായി കടന്നു പോകുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്തെങ്കിലും വസ്തുവല്ല, ഒരിടവുമല്ല, പണവുമല്ല, ബാങ്ക് ബാലൻസ് ഒന്നുമല്ല, ആ ജീവിതത്തിന്റെ നല്ല അംശങ്ങൾ മുറുകെ പിടിക്കാൻ. എന്തുകൊണ്ട് ഈ അന്ത്യശ്വാസം വലിക്കുന്ന സമയം വരെ യഥാർത്ഥത്തിൽ ഈ പിതാവ് സന്തോഷവാനായിരുന്നു. നമുക്കൊക്കെ പ്രായമാകുമ്പോൾ 83 വർഷം ജീവിച്ചു. പ്രായമാകുമ്പോൾ പെരുപെറുപ്പും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ അനുഭവത്തിൽ ഈ പിതാവ് അങ്ങനൊരു ബുദ്ധിമുട്ടോ പെരുപെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചു, എത്ര മക്കളുണ്ട്, അവരൊക്കെ എവിടേക്കാണ്, അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? പറഞ്ഞു, സാറേ, എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ സമയത്ത് ചെയ്തു. ഞാൻ ഒരിക്കൽ ലഭിച്ചിരുന്നതായ ലാൻഡുകളൊക്കെ ഞാൻ വീതം വെച്ച് കൊടുത്തു. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എങ്കിലും ദൈവകൃപയായി ജീവിക്കുന്നുണ്ട്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഇനി അവരെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തട്ടെ. ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നമുക്കും ആ ഒരു നല്ല ഒരു മനസ്സ്
ആ നല്ലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മൾ എത്ര പറയുമ്പോഴും അതിനെ ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയില്ല. ഏറ്റെടുത്തേ പറ്റും. പ്രായമായാൽ സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ആർക്കും ഒരു മുറിപ്പെടുത്താനുള്ളതായ വാക്കുകളുണ്ടാവാതെ എല്ലാം സ്നേഹത്തോടെ കാണാൻ, കരുതലോടെ കാണാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പിതാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ അടുത്ത നിമിഷം നാം ആണോ ആരാണെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് വളരെ വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഈ ലോകത്തിൽ എന്നെ ദൈവമാക്കി വെച്ച സമയത്ത് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സമയം ദീർഘമായി പോകത്തില്ല. വളരെ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഭയായി, സഭ കുടുംബമായി ഈ പ്രിയ പിതാവിനെ സന്തോഷത്തോടെ യാത്ര അയക്കാം. നീ പറഞ്ഞത് സഭയുടെ ചുമതലയിൽ നിന്ന് എത്രമാത്രം പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ടാകാം, എത്രമാത്രം നിന്ദകൾ കേട്ടിട്ടുണ്ടാകാം. ആർക്കു വേണ്ടി? സഭ നന്നാവണം, ജനം നല്ലവരായിരിക്കണം. ആ ചിന്താഗതി നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ലാഭ ഇച്ഛ നോക്കാതെ, അത് ഞാൻ ആംഗിൾ കൊടുക്കുക. ലാഭ ഇച്ഛ നോക്കാതെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ചിന്ത വരിക. ആ വ്യക്തിത്വം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പൻ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ അത്ര ചിന്തിച്ചിട്ടില്ല. ഈ ലോകത്തെ വിട്ട് പോകുമ്പോൾ നെഞ്ചിൽ തൊട്ട് പറയാം, എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി കരുതി, എന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, എന്നെ ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കു ചുരുക്കട്ടെ. തീരത്തോട് സെൻട്രൽ സഭയുടെ ചർച്ച കമ്മിറ്റിയുടെ സഭാമക്കളുടെ പേരുള്ളതായിരിക്കുന്ന ആശംസകൾ ഞാൻ ഈ സമയത്ത് അനുശോചനം അറിയിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പേരുള്ളതായിരിക്കുന്ന അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ ചർച്ച കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുമായി മുമ്പോട്ട് കടന്നു വന്ന് ഇത് സമർപ്പിക്കുന്നതാണ്. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ
പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ